ഞാൻ അനുഭവിക്കുന്ന വേദന അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ രാഷ്ട്രീയക്കാരിയായിട്ടല്ല, ഒരു അമ്മയായിട്ടും അതോടൊപ്പം ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു വിധവയായിട്ടാണ് ഞാനിപ്പം പറയുന്നത്. ഫ്ലെക്സ് വെച്ച് അപമാനപ്പെടുത്തിയ അവരെ നീ ഫേവർ ചെയ്ത് സംസാരിക്കണതിന് ബീനെ, നീ ഒരു കാര്യം ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഇനി ബീന അജിത്ത് എന്നുള്ള ലേബലിൽ മത്സരിക്കേണ്ട വാർഡിൽ. ഇപ്പം ഞങ്ങൾ 1.5 വർഷം കൊണ്ട് ഈ ഡിപ്രഷൻ്റെ ടാബ്ലറ്റും മദ്യവും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോഴും വയലൻ്റാണ്. ദീപാവലി ദിവസമായിട്ട് മര്യാദയ്ക്ക് ആയിരിക്കണം, ഇവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഇത് എൻ്റെ വീടാണ്, എനിക്ക് തോന്നിയ പോലെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. അവൻ്റെ കൈ മൊത്തം ചുവന്നിരിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ കൈ എടുത്ത് അനക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ചേട്ടൻ്റെ മുതുകിൽ 2 പാടുണ്ടായിരുന്നു. ഇതാണ് ചേട്ടൻ ഞാൻ കണ്ട കാഴ്ച അതാണ്. അപ്പോൾ അച്ഛൻ ഈ ആൾക്കാരെ കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മുതുകിലടിച്ച കണ്ട ഇത് കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പാടെല്ലാവരും കാണിച്ചു കൊടുത്തത്. ചേട്ടൻ്റെ അമ്മ ഈ ജനലിൽ കൂടെ ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അച്ഛൻ ഇങ്ങനെ അടിക്കാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കൊച്ചി എൻ്റെ കൈ നോക്ക്. അപ്പോൾ കൈ ചുമന്നിടപ്പുണ്ട്. കൊച്ചൻ പറഞ്ഞു, നിൻ്റെ കയ്യിലൊന്നും ചുമന്നിടക്കണില്ല അതെന്ന് തോന്നിയിരിക്കുന്നു. ഞാനും ജിക്കൂട്ടനും അതോടൊപ്പം തന്നെ വാർഡ് മെമ്പറും കുഞ്ഞമ്മയുടെ മോനും കൂടിയാണ് എന്ത് ചെയ്യണം, ഇദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അമ്മയും അമ്മുമ്മയും ബന്ധുക്കളും ഒക്കെ മരണ ദിവസം മുതൽ സഞ്ചാന്യം വരെ കിടന്ന റൂമാണ് ഞങ്ങൾ 16-ൻ്റെ തലയ്ക്കും തലേ ദിവസം പെയിൻ്റ് അടിച്ചത്. നിലവിളക്ക് കത്തിക്കുമ്പോൾ ഒരു വെട്ടം വേണം, ഈ വീട്ടിനൊരു വെട്ടം വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തുടങ്ങിയത്. ഞങ്ങൾ മരണം നടന്ന മുറിയിൽ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം കിടന്ന റൂമിൽ ഞങ്ങൾ ഒരു വക കരുവാണെങ്കിൽ അത് പരിശോധിക്കാമല്ലോ നിങ്ങൾക്ക്. നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭാര്യയ്ക്ക് സീറ്റ് നൽകിയാൽ ഭാര്യയ്ക്കെതിരെ രംഗത്ത് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിപ്പ് ഇട്ടതിന് ശേഷം ഭർത്താവ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു. കഴിഞ്ഞ ഒക്ടോബർ 19-നാണ് തിരുവനന്തപുരം വെമ്പായത്ത് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. വെമ്പായം ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ബീനയുടെ ഭർത്താവായ അജിത് എന്ന 53-കാരനാണ് ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ ഒക്ടോബർ 19-ാം തീയതി മരണപ്പെടുന്നത്. ഈ മരണത്തിന് പിന്നാലെ നിരവധി വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ മരണം കൊലപാതകമാണോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഒരു വശത്ത് പ്രത്യേക അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം ത്വരിതഗതിയിൽ നടക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ ദിവസം സംഭവിച്ചത് എന്ന് ആ കുടുംബം തന്നെ മറുനാടനോട് ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. ഒക്ടോബർ 19 രാവിലെ ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു ഏകദേശം 1 മണിയോടുകൂടി ഇദ്ദേഹം ഇവിടെ നിന്ന് കാറും എടുത്ത് പുറത്തോട്ട് പോയി. രാത്രിയാണ്? അല്ല, രാവിലെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി പുറത്തു പോയി. ഏകദേശം ഒരു 3:30 മണിയോളം ആയപ്പോൾ ഞാൻ ചേട്ടനെ ഫോൺ വിളിക്കുകയാണ് ചെയ്തത്. വിളിച്ചപ്പോൾ എന്താ പറഞ്ഞു, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടടി എന്ന് പറഞ്ഞു. വന്നപ്പോഴെൻ്റെ ചോറ് വരാൻ പറഞ്ഞ് ഞാൻ ചോറ് ഒരു കൊടുത്തു. അപ്പോൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ച്, വീണ്ടും ഇന്ന് പോയി മദ്യപിച്ചാന്ന് ചോദിച്ചപ്പോൾ അത് കുറച്ചേ ഉള്ളൂ എന്നോട് പറഞ്ഞു. ഞാൻ ചോറൊരു കൊടുത്ത് അദ്ദേഹം ചോറ് കഴിച്ചു. ഇദ്ദേഹം ഇവിടെ ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹം TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന സമയത്ത് ഏകദേശം ഒരു 8 മണിയോടുകൂടി താഴെ ഈ കുട്ടികൾ പടക്കം വയ്ക്കുന്നൊരു ദീപാവലിയല്ലേ പടക്കം വെച്ചുകൊണ്ടിരിക്കുന്ന അത് കേട്ടപ്പോൾ എൻ്റെ പറഞ്ഞു, എടി ഇത് മറ്റവൻ കൊടുത്ത പടക്കമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതോടെ പോട്ടെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപാവലിയല്ലേ, ഇപ്പം ആരാ കൊടുക്കട്ടെ. ആ നിമിഷം തന്നെ ഇദ്ദേഹം പറയാണ്, ഞാനൊന്ന് താഴെ കടവരെ പോകുന്നു എന്ന് പറഞ്ഞു. താഴെ കടവരെ പോയ ചേട്ടനൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടും കാണാത്തത് കൊണ്ടാണ് ഞാൻ വിളിക്കുന്നത് അദ്ദേഹത്തിന്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ എന്നൊരു ചീത്തയാണ് വിളിച്ചത് ഫോണിൽ കൂടി. പോയിട്ട് ഇവിടെ നിന്ന് ചോദിച്ചു, നീ എന്തിനെന്നെ കിടന്ന് വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ്, നിങ്ങളിനിയിപ്പോൾ അവിടെ ബിനുവിനെ എങ്ങാനും കാണണം, അടുത്ത് എന്തെങ്കിലും വിഷയം ഉണ്ടാവണം, നാളെ ദീപാവലിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ വല്ല വിഷയമായി കഴിഞ്ഞാൽ ഞാൻ തന്നെ വരണം ഇറക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ചോദിച്ച്, നിന്നെ വേറ്റനാട് വാർഡിൽ ഇത്രയും ഫ്ലെക്സ് വെച്ച് അപമാനപ്പെടുത്തിയ അവരെ നീ ഫേവർ ചെയ്ത് സംസാരിക്കണതിന് ബീനെ, നീ ഒരു കാര്യം ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഇനി ബീന അജിത്ത് എന്നുള്ള ലേബലിൽ മത്സരിക്കേണ്ട വാർഡിൽ. പിന്നെ നീ അങ്ങനെ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഞാനും എന്ത് ചെയ്യും, അതേ ലേബലിൽ
അജിത്തിൻ്റെ പേരിൽ ഞാനും മത്സരിക്കും, നീ അത് വിചാരിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞത് പാർട്ടിക്കാരല്ലേ ജിത്തോട്ടാ തീരുമാനിക്കാനായിട്ടുള്ള, ഞാനല്ലല്ലോ. ഉടനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, എൻ്റെ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡൻ്റായിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവിനെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ എന്തോ സംസാരിച്ചു, പക്ഷെ അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല. വിളിച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഫോൺ അങ്ങ് വച്ചതിന് ശേഷം ഇദ്ദേഹം ആകെ വയലൻ്റായിട്ട് ഈ മേശപ്പുറത്തിരുന്ന കുറേ ഗ്ലാസ്സുകളുണ്ടായിരുന്നു മക്കളെ, അതിനെ മൊത്തം എന്ത് ചെയ്തു, തട്ടിപ്പൊട്ടിച്ചപ്പോൾ എനിക്കറിയാം ചേട്ടൻ കഴിഞ്ഞ 1.5 വർഷത്തിന് മേളിലായി ഈ ഡിപ്രഷൻ്റെ ടാബ്ലറ്റ് ഏകദേശം 6 വർഷം കൊണ്ട് ഇദ്ദേഹം കഴിക്കുകയാണ്. എൻ്റെ ഒരു മകൻ നഷ്ടപ്പെട്ടു. 22 വയസ്സായ മകൻ കോളേജിൽ വച്ച് പെട്ടെന്ന് ഇങ്ങനെ ശ്വാസതടസ്സം വന്ന് അവന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് എൻ്റെ മൂത്ത മകൻ നഷ്ടപ്പെട്ടു എനിക്ക്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ അനിയൻ, അവൻ വെമ്പായ വില്ലേജിലായിരുന്നു ജോലി, അവനൊരു ആക്സിഡൻറ്റിൽ മരിച്ചു. ഈ 2 മരണൂടെ കഴിഞ്ഞപ്പം ചേട്ടനാകെ ഡിപ്രഷൻ്റെ സ്റ്റേജിലാണ്. ഡിപ്രഷൻ മീൻസ് ഉറക്കമില്ലായ്മയും കാര്യങ്ങളൊക്കെ കൊണ്ട് ട്രീറ്റ്മെൻറ്റിലാണ് അദ്ദേഹം. കഴിഞ്ഞ 6 വർഷം കൊണ്ട് അദ്ദേഹം വേറെ പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും അദ്ദേഹം. അപ്പോൾ ഉടനെ തന്നെ ഇപ്പം മനസ്സിലാവുന്ന വെച്ചാൽ ഞങ്ങൾ 1.5 വർഷം കൊണ്ട് ഈ ഡിപ്രഷൻ്റെ ടാബ്ലറ്റും മദ്യവും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോഴും വയലൻ്റാണ്. ആരുടെയെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിലോ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലോ അദ്ദേഹം മാരകമായിട്ടിട്ട് ഉപദ്രവിക്കും. ഇത് കണ്ടുകൊണ്ട് ഈ ഗ്ലാസ്സിനെ അടിച്ച് പൊട്ടിച്ചപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇദ്ദേഹത്തോട് പിന്നെ ഒന്നും സംസാരിക്കാൻ നിൽക്കാതെ കയറി ഒളിച്ച് നിൽക്കുകയാണ് ചെയ്തത്. ഒളിച്ച് നിന്നിട്ട് പിന്നെ എൻ്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം മുകളിൽ കയറി. അദ്ദേഹം പോയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, പുറത്തിറങ്ങി ബാത്റൂമിൽ കയറി ഒളിച്ച് നിന്ന സമയത്തും ഞാൻ എൻ്റെ ജിക്കുക്കുട്ട ഇവിടെ ഇല്ല, അതായത് വിനായക ശങ്കർ ഇവിടെയില്ല. അവൻ താഴെ ക്ലബ്ബിൽ പടക്കം വയ്ക്കാനായിട്ട് കുട്ടികളുടെ ഒപ്പം നിൽക്കുകയാണ്. അവനെ ഞാൻ 2 വട്ടം വിളിച്ചപ്പോഴും അവൻ ഫോണ് കിട്ടുന്നില്ല, ഒരു കൂന്നുള്ള ശബ്ദം കൊണ്ടേ കേൾക്കുന്നുള്ളൂ. പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ എന്നെ അവൻ വിളിക്കുകയോ ഞാൻ വിളിക്കുകയോ ചെയ്ത് വീണ്ടും അവൻ ചോദിച്ചു എന്തമ്മ കാര്യമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഇങ്ങനെ അച്ഛൻ വയലൻ്റ് ആണ്ടാ എന്ന് പറഞ്ഞു. ഇതേ വയലൻ്റ് ആയിട്ടുള്ള സ്വഭാവം ഞാൻ ചേട്ടൻ്റെ അച്ഛനെയും വിളിച്ചു പറഞ്ഞു, ചേട്ടൻ്റെ കുഞ്ഞമ്മയുടെ മകനെയും ഇതേ സമയം തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ വീട്ടിൽ അച്ഛൻ എന്നെ ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞ്, ഞാൻ ഇപ്പോഴല്ലേ അവിടെ നിന്ന് കയറിങ്ങി പോകുന്നത് മക്കളെ, ഒരു കാര്യം ചെയ്യ്, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നീ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു എന്ന് അച്ഛൻ പറയുകയും ചെയ്തു. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഉടനെ തന്നെ ജിക്കു മുകളിലോട്ട് കയറി വന്ന സമയത്താണ് യൂത്ത് കോൺഗ്രസിൻ്റെ 2 പിള്ളേർ, അതായത് ഞാൻ സാധാരണയായിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ കുറേ ചെയ്യുന്ന കൂട്ടത്തിലാണ്. കന്യാകുളങ്ങരയും കണ്ടുള്ള ചികിത്സാ സഹായമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ആണ് ഈ പിള്ളേർ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞ്, പിന്നെ മക്കളെ ചേട്ടനാകെ വയലൻ്റാണ്, മദ്യപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യ്, നാളെ എങ്ങാനും വാന്ന് പറഞ്ഞ് അവരിങ്ങ് കയറിയില്ല. റോഡിൽ വെച്ച് തന്നെ അവർ തിരികെ പോയ സമയത്താണ് എൻ്റെ മകൻ ഇങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ എൻ്റെ ചോദിച്ചാൽ എന്തമ്മാന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ അച്ഛനാകെ വയലൻ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ അവ ഇങ്ങ് മുകളിൽ കയറി പോന്നു. അതിനുശേഷം അതേ സമയം തന്നെ കുഞ്ഞമ്മയുടെ മകനും പിന്നെ അമ്മയും ചേട്ടൻ്റെ അമ്മയും ഇവിടെ അതേ സമയം തന്നെ ഇറങ്ങി വന്നിട്ട് പിന്നെ ഞാൻ കേൾക്കുന്നത് ജിക്കുവിൻ്റെ വിളിയാണ്, അമ്മ എന്നുള്ള വിളിയാണ് ഞാൻ കേൾക്കുന്നത്. കേട്ട് തിരിച്ച് ഇവിടെ ഇറങ്ങുമ്പോൾ ചേട്ടൻ ഉടനെ തന്നെ അമ്മയോട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയും അതോടൊപ്പം തന്നെ ചേട്ടൻ അമ്മയോട് എന്തോ പറയുകയും ചെയ്തു. പറഞ്ഞതിന് ശേഷം ഞാനും കുഞ്ഞമ്മേരെ മോനും കൂടെ ഇങ്ങനെ അകത്ത് ഹാളിലോട്ട് കയറിയപ്പോൾ പിന്നെ ജിക്കുവിനോട് കുഞ്ഞമ്മേരെ മോൻ ചോദിച്ചു എന്തടാ കുഴപ്പമെന്ന് ചോദിച്ചപ്പോൾ ഇവൻ കാര്യം പറഞ്ഞു. ഇവൻ്റെ കൈ മൊത്തം ചുവന്നിരിക്കുകയായിരുന്നു, അതോടൊപ്പം തന്നെ കൈയെടുത്ത് അനക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ചേട്ടൻ്റെ മുതുകിൽ 2 പാടുണ്ടായിരുന്നു. ഇതാണ് ചേട്ടൻ ഞാൻ കണ്ട കാഴ്ച അതാണ്. അപ്പോൾ ഉടനെ ദീപു കുഞ്ഞമ്മയുടെ മോൻ ഇവനെ വഴക്കുറഞ്ഞു, നീ എന്തടായി കാണിച്ചതെന്ന് ചോദിച്ചിട്ട് ഇവന് നേരെ എന്ത് ചെയ്ത് മുകളിലോട്ട് കയറ്റി വിടുകയും ചെയ്തു. കയറ്റി വിട്ടപ്പോൾ ഉടനെ തന്നെ അതിനു മുമ്പ് ഇവരെന്ത് ചെയ്ത് ഈ പിന്നെ അതിനകത്ത് താക്കോലിനുള്ള ഒരു വലിയായിരുന്നു എന്നുള്ളതാണ് എനിക്കത് ഇവരെ ജിക്കുൻ്റെ ഇതിൽ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. ഉടനെ തന്നെ ജിക്കു എന്നെ വന്ന് ഈ കതക് ചേട്ടൻ തന്നെ അടച്ചത് ജിക്കു പൂട്ടി ആ താക്കോൽ എടുത്തുകൊണ്ട് അവൻ മുകളിലോട്ട് കയറി പോവുകയാണ് ചെയ്തത്. ഈ അതേ സമയം പോയ സമയത്ത് തന്നെ ഇദ്ദേഹം ഓടിക്കൊണ്ടുവന്ന് എന്നെ മാരകമായിട്ട് ആ ഡൈനിങ് ടേബിളിൻ്റെ ആ സൈഡിൽ വെച്ച് എന്നെ മാരകമായിട്ട് ഉപദ്രവിക്കുകയും അത് പിടിച്ചു മാറ്റാനായിട്ട് ദീപ് വന്നപ്പം അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ നല്ല സൈസാണ്. ഇദ്ദേഹം അവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ അദ്ദേഹം മറിഞ്ഞ് വീഴുകയും ചെയ്തു. ഇതേ കാഴ്ച ചേട്ടൻ്റെ അമ്മ ഈ ജനലിൽ കൂടെ ഇവിടെ നോക്കിക്കൊണ്ട്
നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇത്രയും ആയപ്പം തന്നെ എന്നിട്ട് എന്നെ ദീപു മുകളിലോട്ടം കണ്ട് ചേട്ടത്തി മാറി നിന്നോന്നും പറഞ്ഞുകൊണ്ട് എന്നെ മുകളിലോട്ടം കണ്ട് കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്നിരുന്ന സമയത്താണ് അമ്മേരെ വിളി കേൾക്കുന്നത്. അമ്മേരെ വിളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ ഓടി വാടാ, അച്ഛതാ താക്കോൽ എടുത്തുകൊണ്ട് കാർ എടുത്തെന്നും പറഞ്ഞുകൊണ്ടുള്ള വിളിയാണ് കേട്ടത്. ഉടനെ എന്നെ പിന്നെ ജിക്കൂട്ട അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഓടി വെളിയിൽ ചെന്നതിന് ശേഷം പിന്നെ ഞാൻ കാണുന്ന കാഴ്ച അവൻ്റെ കൈ കടിച്ച് മുറിച്ച് കൊണ്ടുവരുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. കണ്ടപ്പോൾ അച്ഛൻ കടിച്ചു, മകനെ കടിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് യവൻ പറഞ്ഞത്. അപ്പോൾ കയ്യിൽ നല്ല മുറിവുമുണ്ട്, രക്തമുണ്ട്. ചേട്ടന് സിറ്റ് ഔട്ടിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട്. ആ സമയത്ത് പ്രസാദ് എന്ന് പറയുന്ന തൊട്ടടുത്തുള്ളൊരു പയ്യനും ഉണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, ചേട്ടൻ്റെ കുഞ്ഞമ്മയുടെ മകനും ഉണ്ടായിരുന്നു. യവനെ ഞാൻ കൊണ്ടുപോയി കയ്യിൽ പിന്നെ ഉപ്പുവെള്ളവും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൈ നല്ലതുപോലെ കഴുകി ഞാൻ പറഞ്ഞ് അവൻ്റെ മുകളിൽ കയറി പോകാനായിട്ട് ഞാൻ പറഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ വന്നപ്പോൾ ഉടനെ ദീപുണ്ട ചേട്ടൻ പറഞ്ഞു, എടാ മക്കളെ എൻ്റെ മുതുവിൻ്റെ ആ ഫോട്ടോ ഇങ്ങെടുത്താണ് എന്ന് പറഞ്ഞ് ദീപു ഫോട്ടോ എടുത്ത് കൊടുക്കുകയും ചെയ്ത്. അതേ സമയത്താണ് ചേട്ടൻ്റെ അമ്മയും പ്രസാദും ഇവിടെ നിന്ന് അവർ പോകുന്നത്. അപ്പോഴും ദീപു പുറത്ത് നിൽപ്പുണ്ട്, പടക്കം വാങ്ങിച്ച് അവൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട് കൊച്ചുങ്ങൾക്കുള്ള. ഞാൻ ഈ സിറ്റ് ഔട്ടിൻ്റെ ഇവിടെ നിന്നു, ചേട്ടനും സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. കുറച്ച് അതും കഴിഞ്ഞൊരു 11 മണിയാകുമ്പോൾ, ഏകദേശം 11 മണിയായപ്പോൾ ദീപുവിൻ്റെ ഭാര്യയെ വിളിച്ച് അവ അങ്ങ് ചേട്ടത്തി 11 മണിയായി. ഞാനും പറഞ്ഞു 11 മണിയായി മക്കളെ നീ പോകണമെങ്കിൽ പൊയ്ക്കോ. പക്ഷെ ഞാൻ ഒരു വാക്കൂടെ പറഞ്ഞു, മക്കളെ പോയിട്ട് പറ്റുമെങ്കിൽ നീ ഒന്ന് വരണേന്നൊരു വാക്കും കൂടെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞ് അവനും അങ്ങ് പോയിട്ട് ചേട്ടൻ ഇവിടെ ഇരിക്കുന്നത് കണ്ടാണ് ഞാൻ മുകളിൽ കയറിപ്പോയപ്പോൾ മോനും അവിടെ ആരോടൊക്കെ ഫോൺ ചെയ്തിട്ട് അവനും അവിടെ വന്നപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എത്ര വർഷം കൊണ്ട് ഇതിങ്ങനെ സഹിക്കണം അമ്മ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ അമ്മ നമുക്ക് വേറെ എവിടെയെങ്കിലും റൂം എടുത്ത് മാറാം, വാടകയ്ക്ക് എടുക്കാം, അച്ഛൻ ഇവിടെ തന്നെ കിടക്കട്ടെ, അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അച്ഛൻ്റെ ഈ സ്വഭാവം അങ്ങ് മാറും, അതുകൊണ്ട് നമുക്ക് മാറാം. അപ്പോഴും ഞാൻ പറഞ്ഞ് അല്ലെങ്കിൽ അമ്മ ഡൈവോഴ്സ് ചെയ്യും, സഹിക്കണതിനൊരു പരിധിയില്ലേ. അപ്പോഴും ഞാൻ പറഞ്ഞ് ഡൈവോഴ്സ് ചെയ്യാം മക്കളെ, എനിക്കിനി വേണ്ട, കാരണം അത്രമാത്രം ഞാൻ അനുഭവിച്ചു എൻ്റെ ജീവിതത്തിൽ. എന്നിട്ട് തന്നെ അവൻ പറഞ്ഞ് അമ്മ ഡൈവോഴ്സ് ചെയ്യാതെ പറച്ചില്ലേ ഉള്ളൂ, നാളെ നേരെ വിളിക്കുമ്പോൾ ഇതൊന്നും കണ്ടതുമില്ല കേട്ടതുമില്ല, ചക്കര ചേച്ചിയും പോലെ നിങ്ങൾ പോകും അമ്മ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, ഇതൊരു തീരുമാനമാണ്, എന്നെ കൊണ്ട് പറ്റൂല, ഇനി എനിക്ക് ജീവിതത്തിൽ പറ്റൂല. അപ്പോൾ അവൻ ഇതും പറഞ്ഞതിന് ശേഷം നിന്നപ്പോഴാണ് എന്നെ തേക്കട ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ശ്രീമതി ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ബീനി അജിത്തിന് എന്താണ് കുഴപ്പമെന്ന് വെച്ച്. ഞാൻ എന്ത് ചേച്ചി, അത് പിന്നെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടേക്കണം. ഞാൻ എന്തോന്ന് ചേച്ചി, എനിക്കൊന്ന് ഇട്ടാണെന്ന് പറഞ്ഞു. അപ്പം ചേച്ചി എൻ്റെ വാട്സാപ്പിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെന്നു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ഓടി വന്നിട്ട് ജിത്തോട്ട ചോദിച്ചു, നിങ്ങൾക്ക് എന്തോന്നാണ് ജിത്തോട്ട കുഴപ്പം, ഇത്രയും വർഷം കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ദുഃഖത്തിനപ്പുറം നിങ്ങൾ എന്തോന്നാണ് ഈ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ചെയ്യുന്നത്, ഒരു കാര്യം ചെയ്യാൻ ജിത്തോട്ട, എനിക്കിനി നിങ്ങളെ വേണ്ട, ഞാൻ ഡൈവോഴ്സ് ചെയ്യാൻ പോവേണമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു ഡൈവോഴ്സ് ചെയ്യും. ഞാൻ പറഞ്ഞു ചെയ്യും ജിത്തോട്ടാ, എന്നത്തെ പോലെയല്ല ചെയ്യുമെന്ന് പറഞ്ഞപ്പം അദ്ദേഹമാണ് ലോക്ക് മാറ്റി എൻ്റെ കയ്യിൽ തരുന്നത്. ഞാനാണ് കൊണ്ടുപോയി മകൻ്റെ കൊണ്ടുകൊടുത്ത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് ഈ ഫോണും കൊണ്ടുകൊടുത്തിട്ട് തൊട്ടടുത്ത വീണ്ടും എന്തോ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്ന് പറയുന്നു. അതിനെയും എന്താണെന്ന് പോലും ഞാൻ നോക്കിയില്ല, ആരോ വിളിച്ച് പറഞ്ഞതാണ്. അതും എന്ത് ചെയ്തു, മോൻ്റെ കൊണ്ടുകൊടുത്ത് മോൻ എടുത്തോ എങ്ങനെയോ അതിനെയും രണ്ടാമത്തെ പോസ്റ്റിനെയും ഡിലീറ്റ് ചെയ്തു. നമുക്ക് വായിക്കാം, മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു. ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഫോൺ ഞാനിവിടെ കൊണ്ടു കൊടുക്കുമ്പോൾ ചേട്ടൻ്റെ അമ്മ ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടൻ എന്ത് ചെയ്തു, ഒരു ചീത്തയും വിളിച്ചുകൊണ്ട് ആ ഫോണിനെടുത്തെറിഞ്ഞതിന് ശേഷം അദ്ദേഹം അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ എടുത്തെറിഞ്ഞതിന് ശേഷം ഞാനും അങ്ങ് മുകളിൽ കയറിപ്പോയി. കുറേ സമയം ഇരുന്നപ്പോൾ ഒരു 12:30 മണിയൊക്കെ ആവും, അതിനിടയ്ക്ക് 12:30 മണിയാവും. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, എനിക്ക് BP കൂടുതലാണെന്ന് തോന്നുന്നു ബീന, നീ ഒന്ന് BP നോക്കാൻ പറഞ്ഞു. ഞാൻ BP മെഷീൻ എടുത്തോണ്ട് വെച്ച് BP നോക്കിയപ്പം 230-190 അങ്ങനെയാണ് BP, ഹൈ BP ആയിരുന്നു. അപ്പോൾ തലയൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് പറഞ്ഞത്, ഹൈ BP എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ മദ്യം കഴിക്കുമ്പോൾ BP ഒക്കെ അങ്ങ് മാറും ചിത്തോട്ടാന്ന് പറഞ്ഞിട്ട് ന്യൂട്രൽ 40 ഗുളിക എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പം ഗുളിക കഴിച്ചിട്ട് കിടന്നതല്ലേ ഉള്ളൂ, നേരത്തെ ഡിപ്രഷൻ്റെയും BPയുടെയും ഗുളിക എല്ലാ ദിവസവും കഴിക്കുന്നുണ്ട്, നിങ്ങൾ ഈ കുറച്ചുകൂടെ സിഗരറ്റും ഇതൊക്കെ വലിക്കുമ്പോൾ കുറേ കൂടെയുള്ള ജിത്തോട്ടാന്ന് പറഞ്ഞു. ഇല്ല കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹമാണ് ഗുളിക എടുത്ത് കഴിക്കുന്നത്, ഞാൻ വെള്ളം കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം അതും കഴിച്ചിട്ട് വീണ്ടും അവിടെ തന്നെ ഇരുന്നു. 1 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ അമ്മയ്ക്ക് മെസ്സേജ് ഇട്ടു, അമ്മ ഇതുവരെയും ഉറങ്ങിയിട്ടില്ല. കാരണം അവർ ഈ ഫോൺ വിളിച്ച് എടുത്തെറിഞ്ഞിട്ട് അമ്മ എന്നെ വിളിക്കുന്നില്ല, പിന്നെ
ചേട്ടനെയാണ് വിളിച്ചത്. ഞാൻ അതുകൊണ്ട് അമ്മയ്ക്കൊരു മെസ്സേജ് ഇട്ടു. ഇതേ മെസ്സേജ് തന്നെ കുഞ്ഞമ്മയുടെ മോനും മക്കളെ ഇതുവരെ ഉറങ്ങിയിട്ടില്ലടാന്ന് പറഞ്ഞുകൊണ്ട് 1:05 ആയപ്പോഴാണ് ഞാനിട്ടത്. അത് കഴിഞ്ഞ് ഏകദേശം 1:30 മണിയായപ്പോഴാണ് ചേട്ടൻ വന്ന് ഈ ഹാളിൽ ദിവാൻ കോട്ടിൽ കയറി കിടക്കുന്നത്. ആ സമയത്ത് ഞാനാണ് ലൈറ്റും ഓഫ് ചെയ്ത് TV ഓഫ് ചെയ്ത് കതക് അടച്ചതിന് ശേഷം ഞാനും മോളിൽ കയറി കിടക്കുകയാണ് ചെയ്തത്. കിടന്ന് ഹാളിൽ കയറി കിടന്ന് ഏകദേശം ഒരു 5-5:15 മണിക്കൂർ പെട്ടെന്നൊരു ശബ്ദം കേട്ടാണ് ഞാൻ ചാടി എഴുന്നേക്കുന്നത്. ഓടി വന്ന് നോക്കിയപ്പോൾ ദിവാൻ കോട്ടിൽ ചേട്ടനെ കാണാനില്ല. ഞാൻ ബാത്റൂമിൽ നോക്കി, അവിടെയും കണ്ടില്ല. അപ്പോൾ ഈ 2 ജനലും തുറന്നിട്ട് കിടക്കുന്ന ചേട്ടനെ സംബന്ധിച്ച് വെളിയിലത്തെ വെട്ടം എനിക്ക് കാണാൻ പറ്റും. പക്ഷേ ആ റൂമിൽ വെട്ടം ഉണ്ടായിരുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ലൈറ്റ് ഇട്ടോന്ന് അറിഞ്ഞൂടാ, കാരണം ഈ വെട്ടം നല്ല രീതിയിൽ ഇവിടെ അടിക്കും. നോക്കിയപ്പം ചേട്ടൻ്റെ ഓഫീസ് റൂമിൽ കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഓടി വന്ന് ഞാൻ നോക്കിയപ്പം ചേട്ടൻ കിടക്കുന്നത്, ഞാൻ എന്നിട്ട് ചേട്ടനെ തട്ടി വിളിക്കുകയാണ്. കാരണം മിക്കവാറും എന്നെ ഇങ്ങനെ പറ്റിക്കാറുണ്ട്, എന്താണ് മദ്യപിച്ച് കിടന്നിട്ട് മരിച്ചതുപോലെയൊക്കെ കാണിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ അഭിനയിക്കാറൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചേട്ടാ നിങ്ങൾ എന്തോന്ന് എന്നെ പറ്റിക്കേണ്ട കാര്യം എന്തോന്ന്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടക്കണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ തട്ടേണ്. അപ്പോഴൊരാണ് ഞാൻ അവിടെ കിടന്ന് അലറി വിളിച്ചപ്പോഴാണ് മുകളിലാണ് കിടന്നത്. താഴെ ഇവിടെ ഓഫീസ് റൂമിലാണ്. രാവിലെ ഇവിടെയാണ്. അതെ, ഞാൻ എല്ലാ ദിവസവും അദ്ദേഹം നോർമൽ കണ്ടീഷനിലാണെങ്കിൽ അദ്ദേഹം സെറ്റിയിൽ ഇവിടെ കിടക്കുമെങ്കിൽ തൊട്ട് താഴെ ഞാൻ തറയിലാണ് ബെഡിട്ട് കിടക്കുന്നത്. പക്ഷേ മദ്യപിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെയില്ല ഇവിടെ കിടക്കാറില്ല. കാരണം അദ്ദേഹം വേറൊരു സ്വഭാവമാണ്. പിന്നെ ഞാൻ മുകളിലേക്ക് കിടക്കാറുള്ളൂ. അന്നും ഇതുപോലെ ഇവിടെ കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ പിന്നെ അലറി വിളിച്ചപ്പോഴാണ് എൻ്റെ ജിക്കൂട്ട് ഇറങ്ങി വരുന്നത്. ജിക്കൂട്ട് ഇറങ്ങി വന്നതിന് ശേഷം പെട്ടെന്ന് അവൻ ചെവി വെച്ച് നോക്കുകയും, അവൻ വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച തന്നെ നാക്ക് കടിച്ചു പിടിച്ചിട്ടുണ്ട്. പിന്നെ കൈ രണ്ടും നല്ല നീല കളറുണ്ടായിരുന്നു. വേറെ ഭാവഭേദങ്ങളൊന്നുമില്ല. ഇതിനിടയ്ക്ക് തന്നെ വീട്ടിലെ അമ്മയെയും വിളിച്ചു, കുഞ്ഞമ്മയുടെ മകനെയും ഫോണിൽ കോണ്ടാക്ട് ചെയ്ത് അതിനിടയ്ക്ക് തന്നെ 108 വിളിച്ചു. മോൻ തന്നെ 108 വിളിച്ചു. 108 കിട്ടാതെ വന്നപ്പം വട്ടപ്പാറ സ്റ്റേഷനിലും കണ്ട് വിളിച്ചിട്ടാണ് നമ്പർ എടുത്ത് വീണ്ടും ആംബുലൻസിൽ വിളിക്കുന്നത്. അതിനിടയ്ക്ക് വാർഡ് മെമ്പർ ഇവിടെ വന്നു. ഞാനും ജിക്കൂട്ടനും അതോടൊപ്പം തന്നെ വാർഡ് മെമ്പറും കുഞ്ഞമ്മയുടെ മോനും കൂടിയാണ് എന്ത് ചെയ്യണം ഇദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അതേസമയം ഇവിടെ ചേട്ടൻ്റെ അമ്മയുണ്ടായിരുന്നു. ചേട്ടൻ്റെ അമ്മയാണ് കിടന്ന് വിളിക്കുന്നത്, മക്കൾ നല്ല ചൂടുണ്ട്, നെഞ്ചിൽ നല്ല ചൂടുണ്ടെന്ന് അമ്മയാണ് കിടന്ന് വിളിക്കുന്നത്. പെട്ടെന്ന് കൊണ്ട് നമ്മൾ അതേ സമയം തന്നെ ആംബുലൻസിനെ വിളിച്ച് അതെല്ലാം ഇതറിഞ്ഞ സമയം തന്നെ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്നാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഇവിടുന്ന് പോയ വഴിക്ക് പൾസ് ഹോസ്പിറ്റലിൽ കൊണ്ട് കയറി. അതിനിടയ്ക്ക് മോനെ BP മെഷീൻ എടുത്ത് വെച്ച് നോക്കി എന്തെങ്കിലും ഇതുണ്ടാകുന്നു. പക്ഷേ അപ്പോഴും നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. ഈ ഗുളികകൾ ഇവിടെ ഇങ്ങനെ ചെതറി കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മൾ ചേട്ടൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു, ഏകദേശം ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രിസ്ക്രിപ്ഷൻ നല്ല ഒരു ഇതായിട്ട് ഇത്രയും വർഷം ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ ഉണ്ടായിരുന്നു. ഇതും കൂടി കൊണ്ടാണ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ ഞാൻ പുറത്തുനിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞ്, അമ്മ ഇങ്ങ് കൊണ്ടുപോകുന്നേരെന്ന് പറഞ്ഞു. ഇതാണ് അന്നത്തെ ദിവസം സംഭവിച്ചത്. ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് എത്ര കാലമായി? ഏകദേശം 5 വർഷമായി. 5.5 വർഷമായി മോനെ. ഈ 2 മരണം കഴിഞ്ഞപ്പം തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. കുറിപ്പ് ഈ ഫേസ്ബുക്കിലിടാനുള്ള കാരണം എന്താണ്? ഈ ഇങ്ങനെയുള്ള ഒരു കുറിപ്പ് എൻ്റെ ബീന അജിത്ത് എന്നുള്ള ലേബലിൽ മത്സരിക്കേണ്ടെന്ന് പറയേണ്ട കാരണം, ഞാനും ഇവിടുത്തെ വാർഡ് മെമ്പർ BJPയുടെ വാർഡ് മെമ്പറാണ് ആയിരുന്നു. ഞാൻ അപ്പോഴും വേറ്റനാട് ബ്ലോക്ക് ഡിവിഷൻ മെമ്പറാണ്. ആ സമയത്ത് 2021 നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കോഴിയും കൂടും പദ്ധതി പ്രകാരം ഒരു സ്കീം ഉണ്ടായിരുന്നു. ഈ സ്കീം ബ്ലോക്ക് പഞ്ചായത്ത് പത്രത്തിൽ നമ്മൾ വരികയും അത് നമ്മൾ ആർക്കാണോ താല്പര്യം 5000 രൂപ ആധാർ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ആ സ്കീം. അത് ഇവിടെ ഇപ്പം നിലവിൽ ഇടതുപക്ഷത്തിൽ മത്സരിച്ച ബിന്ദു പ്രസന്നനാണ് അന്ന് ആ സ്കീം പ്രകാരം അവർക്കത് കിട്ടിയത്. എന്താണ് ഈ കോഴിക്കൂട് പദ്ധതി പ്രകാരമുള്ള കോഴിയും കൂടും വന്നത്. ഈ കൂട് വന്നത് ബിന്ദു പ്രസന്നൻ്റെ വീട് വളരെ ഹൈറ്റിലായതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ കൊണ്ട് വയ്ക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് ഇവിടെ നിന്ന് ഈ റോഡ് നേരെ കയറിപ്പോയിട്ട് തൊട്ടടുത്ത് സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൻ്റെ സമീപത്താണ് ഈ കൂട് വച്ചത്. ഏകദേശം 100 കോഴിയും വലിയ കൂടുമാണ്. കൂട് നമ്മൾ പ്രതീക്ഷിക്കുന്ന കൂടല്ല, വലിയ കൂടായിരുന്നു. ഈ കൂട് അവിടെ വച്ച് ഏകദേശം 2-3 ദിവസം BJPയിലുള്ളവർ പോയ സമയത്ത് പറഞ്ഞു, വാർഡ് മെമ്പർ അറിയാതെ ബ്ലോക്കിൽ നിന്ന് ഇങ്ങനൊരു സ്കീം കൊടുത്തു, ഇതിനകത്ത് അഴിമതി ഉണ്ട് എന്നും കാണിച്ചുകൊണ്ട് വാർഡ് മെമ്പർ എനിക്കെതിരെ ഫ്ലെക്സ് വെച്ചു. കഴിഞ്ഞ ഏകദേശം ഒരു 7-8 സ്ഥലത്ത് പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഫ്ലെക്സ് വെച്ചു. ഫ്ലെക്സ് വെച്ചപ്പോൾ ചേട്ടൻ്റെ നിർബന്ധ പ്രകാരം തന്നെയാണ് ഞാൻ ഇതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഞാൻ കേസും കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ചേട്ടനും ഈ വാർഡ് മെമ്പറെ കണ്ടു കഴിഞ്ഞാൽ എന്നെ ആക്ഷേപിച്ചു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, കാണുമ്പോൾ ഒന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കാറുണ്ട്.
ഒന്ന് ചീത്ത വിളിക്കാറുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ കുറേ വർഷം കൊണ്ട് നടന്നു വരുന്ന ഒരു സംഭവമാണ്. അന്നും ഇതുപോലെ താഴെ പടക്കം വെച്ചു എന്ന് പറഞ്ഞപ്പം ബിനു കൊടുത്തതാണെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് ചേട്ടാ അത് കുഴപ്പമില്ല, അത് അവർ പടക്കം വച്ചോട്ടെ. അപ്പോൾ എൻ്റെ ചോദിച്ച് വാർഡിൽ നിന്നെ ഇത്രയും നാണം കെടുത്തിയ വാർഡ് മെമ്പർ ഇത്രയും നാണം കെടുത്തിട്ട് നീ അവനെ ഫേവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ഇനി ബീന അജിത്ത് എന്നുള്ള ലേബലിൽ മത്സരിക്കേണ്ട, അങ്ങനെ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഞാനും മത്സരിക്കും. ഇതാണ് അങ്ങനെ ഒരു കുറിപ്പിടാനുള്ള കാരണം. മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്നാണ് നിങ്ങളെങ്ങനെയാണ് വിചാരിക്കുന്നത്? അല്ല, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വേറെ അന്ന് നടന്ന സംഭവങ്ങളാണ് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. എങ്ങനെ നടന്നു എന്നുള്ളത് അത് പരിശോധിച്ച് കണ്ടെത്തേണ്ടത് പോലീസാണ്. നിയമത്തിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്യട്ടെ. കാരണം ഞങ്ങൾ ചെയ്തിട്ടുള്ളതും നമ്മുടെ കാര്യങ്ങളും ഞങ്ങൾ വ്യക്തമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വ്യക്തമായിട്ടും അറിയിച്ചിട്ടുണ്ട്. അന്ന് നടന്ന സംഭവങ്ങൾ ഇന്നതൊക്കെയാണെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അതിനപ്പുറം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് എനിക്ക് വിശദീകരിക്കാനായിട്ട് ഒന്നുമില്ല. ഈ വാർത്തകളിലൊക്കെ വരുന്നത് ഈ മരണം കഴിഞ്ഞതിന് ശേഷം 5-ാമത്തെ ദിവസം ഈ മരണം നടന്ന, അതായത് ഇദ്ദേഹം മരിച്ചു കിടന്ന മുറിയുടെ പെയിൻറ്റ് മാറ്റിയടിച്ചു അല്ലെങ്കിൽ അടിച്ചു എന്നുള്ളതാണ്. അതിനോടെന്താണ് പ്രതികരണം? എൻ്റെ ഈ വീട്ടിനെ സംബന്ധിച്ച് മരണം കഴിഞ്ഞ് 7-ാമത്തെ ദിവസം സഞ്ചയനവും കഴിഞ്ഞതിന് ശേഷമാണ് ചേട്ടൻ്റെ അമ്മയും ചേട്ടൻ്റെ അമ്മൂമ്മയും ചേട്ടൻ്റെ അച്ഛനും ചേട്ടൻ്റെ ബന്ധുക്കളും ഒക്കെ ഇവിടെ നിന്ന് പോകുന്നത്. രാത്രിയിലിവിടെ എല്ലാ ദിവസവും ചേട്ടൻ്റെ അമ്മയുണ്ടായിരുന്നു, അമ്മൂമ്മയുണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു. ഈ 7 ദിവസവും കിടന്ന മുറിയാണ് അച്ഛനും അമ്മയും അമ്മൂമ്മയും ബന്ധുക്കളും ഒക്കെ മരണ ദിവസം മുതൽ സഞ്ചയനം വരെ കിടന്ന റൂമാണ് ഞങ്ങൾ 16-ൻ്റെ തലയ്ക്കും തലേ ദിവസം പെയിൻ്റ് അടിച്ചത്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് എൻ്റെ മൂത്ത മകൻ എനിക്ക് നഷ്ടപ്പെട്ടു, വീട്ടിൽ വേറെ ചേട്ടൻ മരിച്ചു, ചേട്ടൻ്റെ അനിയൻ മരിച്ചു. അങ്ങനെ ഒരു അവസ്ഥയിൽ എന്നോട് പലരും പറഞ്ഞു, നിങ്ങൾ ഹിന്ദു ആചാരപ്രകാരം നിലവിളക്ക് കത്തിക്കാത്ത ചിലപ്പോൾ ദോഷമായിട്ട് വരാം, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിലവിളക്ക് കത്തിക്കണം. ആ നിലവിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ താമസിക്കുന്ന വീട്ടിനൊരു വെട്ടം വേണം. ഞങ്ങൾ പൂജാമുറി ഉൾപ്പെടെ തുടങ്ങാമെന്നാണ് വിചാരിച്ചത്, പെയിൻ്റ് അടിച്ച് തുടങ്ങാം എന്നാണ് വിചാരിച്ചത്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞാനൊരു പൊതുപ്രവർത്തകയായിട്ട് ഞാൻ നേരം വെളുത്ത് ഇറങ്ങിപ്പോകും. എൻ്റെ മകൻ ജോലിക്കും പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ വേറെ ആരുള്ള ചേട്ടനെ ഇവിടെ കാണുള്ളൂ. പക്ഷേ ഈ വീട് വൃത്തിയാക്കാനായിട്ട് കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഞങ്ങളാരും ഒന്നിനും ശ്രമിച്ചിട്ടുമില്ല, വൃത്തിയാക്കിയിട്ടുമില്ല. ഈ ഒരു സംഭവം വന്ന സമയത്ത് ഈ വീട് വൃത്തിയാക്കുക എന്നുള്ളത് മാത്രമേ, ആ ഒരു ലക്ഷ്യത്തോട് മാത്രമേ നമ്മളത് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് നിലവിളക്ക് കത്തിക്കുമ്പോൾ ഒരു വെട്ടം വേണം, ഈ വീട്ടിനൊരു വെട്ടം വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തുടങ്ങിയത്. പക്ഷേ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇത് കഴിഞ്ഞ് 3-ൻ്റെ അന്ന് മുതൽ ഒരു ആക്ഷേപം വന്നപ്പം ഞങ്ങൾ പിന്നെ അടിക്കണ്ടെന്നും പറഞ്ഞോട്ട് അത് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. ഈ ഞങ്ങളെ പ്രധാന ഉദ്ദേശം നിലവിളക്ക് കത്തിക്കുക എന്നുള്ളതും 16 കഴിയുമ്പോൾ വീട്ടിനെ ഒന്ന് വൃത്തിയാക്കി നിലവിളക്ക് കത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. ഈ മരണം നടന്ന മുറിയിലല്ലേ അപ്പോൾ പെയിൻ്റ് അടിച്ചത്? അല്ല, ഞങ്ങൾ മരണം നടന്ന മുറിയിൽ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം കിടന്ന റൂമിൽ ഞങ്ങൾ ഒരു വകക്കാർ വേണമെങ്കിൽ അത് പരിശോധിക്കാമല്ലോ നിങ്ങൾക്ക്, ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഇത്തരത്തിലൊരു ആക്ഷേപം ഉയർന്നു വരാനുള്ള കാരണം എന്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്? എനിക്കും അത് രാഷ്ട്രീയപരമായിട്ട് ചിലപ്പോൾ എന്നെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് ചിലപ്പം കാണുമായിരിക്കും, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അതിനപ്പുറം എനിക്ക് ശത്രുക്കളായിട്ട് ഇവിടെ വേറെ ശത്രുക്കളായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ചും അറിയില്ല. 19 വർഷമായിട്ട് സജീവ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനകത്ത് ഇവിടെ 13 ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് 13-12 ഇടതുപക്ഷത്തിനൊപ്പം പ്രവർത്തിച്ച ആകെ ഒരേ ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. അവരുടെ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എൻ്റെ രാഷ്ട്രീയം ഞാൻ ഏത് ലെവലിലാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളത്. പക്ഷേ എന്തിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കണത് എന്നുള്ളത് എനിക്ക് മാനസികമായി വളരെയധികം തകർന്ന രീതിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 6 വർഷമായി എൻ്റെ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് ഒരു മകൻ നഷ്ടപ്പെട്ട, ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ അനുഭവിക്കുന്ന വേദന അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ രാഷ്ട്രീയക്കാരിയായിട്ടല്ല, ഒരു അമ്മയായിട്ടും അതോടൊപ്പം ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു വിധവയായിട്ടാണ് ഞാനിപ്പം പറയുന്നത്. ഡിപ്രഷനുള്ള മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം ഇതിനു മുമ്പും ഇതേ രീതിയിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് അങ്ങനെ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? അദ്ദേഹം 2-3 പ്രാവശ്യം അത്തരത്തിലുള്ള അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. ഞാനൊരു കാര്യവും പുറത്ത് പറയാത്തത് കൊണ്ടാണ്. കാരണം ഇവിടെ വച്ചാണ് എല്ലാവരും കുടുംബശ്രീ കൂടുന്നത്. ഞങ്ങളൊരിക്കൽ ഇവിടെ കുടുംബശ്രീ 2 വർഷം ആവുള്ളൂ, അത് അത്തരത്തിൽ കുടുംബശ്രീ കൂടിക്കൊണ്ട് നിന്ന സമയത്ത് ഇദ്ദേഹം ഇവിടെ ഈ സെറ്റിലിരുന്നാണ് അദ്ദേഹം TV കാണുന്നത്.
കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ തറയിൽ ഇങ്ങനെ ബ്ലഡ് പോയ സമയത്താണ് ഞാൻ നോക്കിയപ്പോൾ ചേട്ടൻ കയ്യിലെ ഞരമ്പ് മുറിച്ചിരിക്കുന്നു. ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്കുള്ള. അപ്പോഴെന്നെ പറഞ്ഞു ഞാനത് ആത്മഹത്യ ചെയ്യാൻ പോവേണമെന്നും പറഞ്ഞുകൊണ്ടാണ് മുറിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴത്തന്നെ ഞങ്ങൾ ഗോകുല ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. അതുപോലെ തൂങ്ങി മരിക്കാനായിട്ട് എത്രയോ വട്ടം ഫാനിൽ കെട്ടി തൂക്കിയിട്ടുണ്ട്. അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. ഞാനിത് പുറത്തെനിക്ക് പറയാനുള്ള മാനക്കേട് കരുതി. കാരണം ഞാനൊരു പൊതുപ്രവർത്തകയാണ്. അപ്പോൾ ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയ്ക്ക് മറ്റുള്ളവരുടെ വിഷയങ്ങൾ സോൾവ് ചെയ്യാൻ പോകുന്നൊരു വ്യക്തി എന്നുള്ള എനിക്ക് സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണോ എന്നുള്ളൊരു ആക്ഷേപം പുറത്ത് വരും എന്നുള്ള ഭയന്നുകൊണ്ടാണ് ഞാൻ ഇത് വേറെ ആരോടും പറയാറുണ്ട്. പക്ഷേ ചേട്ടൻ്റെ അമ്മയ്ക്ക് ഇത് വ്യക്തമായിട്ടും അറിയാം. ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് അമ്മയും വന്നതാണ്. ചേട്ടൻ്റെ വേറൊരു കുഞ്ഞമ്മേരെ മോനാണ് കാറ് കൊണ്ടുവരണതും. ലെനിൻ എന്ന് പറയുന്ന ഒരു മോനാണ് കാറ് കൊണ്ടുവരുന്നതും ചേട്ടനെ കൊണ്ടുപോകണതും എല്ലാം ഗോകുലത്തിൽ. ഇത്തരത്തിൽ പലപ്പോഴും ചേട്ടൻ ശ്രമിച്ചിട്ടുമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലക്കേറ്റ ക്ഷതമാണ് ഇത്തരത്തിൽ മരണകാരണം എന്ന് പറയുന്നു. അത്തരത്തിലൊരു സംഘടന അങ്ങനെ എന്തെങ്കിലും ഇവിടെ നടന്നിരുന്നു? അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാം? അല്ല, അങ്ങനൊരു സംഘടന ഇവിടെ നടന്നിട്ടില്ല. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അന്ന് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായും പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് മൊഴി. FIR ഫസ്റ്റ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ മോൻ എന്താണ് അച്ഛനും മോനുമായിട്ടുള്ള ഇതെന്തായിരുന്നു എന്നുള്ളത് വ്യക്തമായി അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അന്നത്തെ ദിവസം എന്നെ ചേട്ടൻ മാരകമായിട്ട് ഉപദ്രവിച്ചതല്ലാതെ അങ്ങോട്ട് ഒന്ന് കാണാനോ സ്പർശിക്കാനോ പോലും ഞാൻ പോയിട്ടുള്ളൊരു വ്യക്തിയല്ല അന്നത്തെ ദിവസം. ഞങ്ങൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രികളിൽ സംസാരിക്കാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്, എന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഉപദ്രവിക്കാറുണ്ട്. പക്ഷേ പിറ്റേ ദിവസം നേരം വിളക്കുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം മാറിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് ഈ വീടുമായിട്ട് സഹകരിക്കുന്ന എനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ കുറച്ച് ആൾക്കാരുള്ള അവർക്കൊക്കെ ഒരു പക്ഷേ വ്യക്തമായിട്ട് ഇതൊക്കെ അറിയാൻ കഴിയും. ഈ വീടുമായിട്ട് സഹകരിക്കുന്നവർക്ക് ഈ വീട്ടിലെ വിഷയങ്ങൾ വ്യക്തമായിട്ടും അറിയാം. അതിനപ്പുറം ഞാനൊരു ഷെയറിങ്ങിന് ഇതുവരെ ആരോടും പോയിട്ടില്ല. എൻ്റെ ബന്ധുക്കളോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ അമ്മയോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അന്ന് എന്താണ് നടന്നതെന്നുള്ളതെന്ന് വെച്ചാൽ ഞാൻ താഴെ ക്ലബ്ബിൽ പടക്കം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മയുടെ ഒരു 3-4 മിസ് കോളുണ്ട്. അപ്പം ഞാൻ അമ്മയെ കോൾ വിളിച്ചപ്പോൾ അമ്മ കട്ട് ചെയ്ത് തിരിച്ച് വിളിച്ചിട്ട് പറയുക അച്ഛൻ വീട്ടിലെ വിഷയം ഉണ്ടാക്കുകയാണ്, പെട്ടെന്ന് വീട്ടിലോട്ട് കയറി വരണമെന്ന് പറഞ്ഞു. ഞാൻ താഴെ നിന്ന് പെട്ടെന്ന് ഓടി നേരെ വീട്ടിലോട്ട് കയറി വന്നപ്പോൾ മുകളിലൊരു 2 വണ്ടിയിൽ ഏതൊക്കെയോ ചേട്ടന്മാർ നിൽപ്പുണ്ട്. അവർ താഴോട്ടിറങ്ങി പോയതിന് ശേഷം ഞാൻ പെട്ടെന്ന് ഓടി വീടിൻ്റെ അകത്തോട്ട് കയറി. അമ്മ വെളിയിലിറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതേസമയം അമ്മ വെളിയിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞു മക്കളെ മേളിൽ നിന്നാണ് വിഷയം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഞാൻ നേരെ മുകളിലോട്ട് കയറി വന്നു. മേളിലോട്ട് കയറി വന്നപ്പോൾ അമ്മ എഴുതാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മേശയുണ്ട് മേളിൽ. ആ റൂമിൻ്റെ പുറത്ത് നിന്ന് അച്ഛൻ തെറി വിളിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ എന്ത് ചെയ്ത് അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു അച്ഛൻ ഒരു ദീപാവലി ദിവസമായിട്ട് മര്യാദയ്ക്ക് ആയിരിക്കണം, ഇവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു ഇത് എൻ്റെ വീടാണ്, എനിക്ക് തോന്നിയ പോലെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഈ വീട്ടിൽ ഇപ്പോൾ ചിലവിന് കൊടുക്കുന്ന ഞാനാണ്, ഈ വീട്ടിൽ ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് മേളയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന് നേരെ ഞാനും ബാക്കിൽ നടന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നോക്കിയപ്പം റൂമിൽ നിന്ന് കാറിൻ്റെ താക്കോലെടുത്ത് അപ്പം മദ്യപിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാർ അമ്മയുടെ പേരിലുമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബാക്കിൽ നിന്ന് കാറിൻ്റെ താക്കോൽ പിടിച്ചു വാങ്ങിച്ചപ്പോൾ എൻ്റെ കൈ ബാക്കിലിട്ട് ലോക്ക് ചെയ്തു. കൈ ലോക്ക് ചെയ്ത് പിടിച്ച് എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. കൈയുടെ ഷോൾഡർ നല്ല പെയിൻ ഉണ്ടായതുകൊണ്ട് ഞാൻ അവിടെ കിടന്ന് വിളിച്ചു, അമ്മ എന്ന് കിടന്ന് വിളിച്ചു. അപ്പോഴൊന്നും ആരും പെട്ടെന്ന് വന്നില്ല. ഞാൻ നോക്കിയപ്പോൾ താഴെ ഇവിടെ പൂച്ചയുണ്ട്. ആ പൂച്ച കടിക്കാനായിട്ട് വേറൊരു പൂച്ച കയറി വരുന്നുണ്ട്. അതിനെ അടിക്കാനൊരു കമ്പ് ഇട്ടിട്ടുണ്ട്. ഈ കമ്പെടുത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മുതുകിലൊരു അടി ആദ്യം കൊടുത്തപ്പോൾ എൻ്റെ കൈ അങ്ങ് വിട്ടതിന് ശേഷം അവിടെ നിന്ന് ടോർച്ച് എടുത്ത് തന്നെ അടിക്കാൻ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഇടത്തെ കയ്യിൽ എൻ്റെ കമ്പ് ഇടത്തെ കയ്യിലായിരുന്നു, ഈ ഇടത്തെ കയ്യിൽ കമ്പ് വലത്തെ കയ്യിലോട്ട് മാറ്റിയിട്ട് മുതുകിൽ തന്നെ ഒരു 2 അടിയും കൂടെ കൊടുത്തതിന് ശേഷം വീണ്ടും ടോർച്ച് വയ്ക്കിയപ്പോൾ ഞാൻ കാലിൽ 2 അടി എടുത്തു. കാലിൽ അടി കൊടുത്തപ്പോൾ കാലിൽ പിടിച്ച് അവിടെ അങ്ങ് ഇരുന്നോണ്ട് സമയം എത്ര? ഒരു 8-9 മണിക്കകത്ത് ഞാൻ നേരെ പെട്ടെന്ന് തന്നെ ഓടി വെളിയിലിറങ്ങി. ഈ വെളിയിലിറങ്ങുന്ന സമയത്ത് അച്ഛൻ്റെ അമ്മ പുറത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയും അച്ഛൻ്റെ കുഞ്ഞമ്മയുടെ മോനും ഓടി അകത്ത് വന്നു. അപ്പോൾ അച്ഛൻ ഈ ആൾക്കാരെ കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മുതുകിലടിച്ച ഇത് കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പാടെല്ലാവരും കാണിച്ചു കൊടുത്തു. അതേസമയം പുറത്തിരുന്ന് അമ്മൂമ്മയെ തെറി വിളിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊച്ചച്ഛൻ വന്നിട്ട് എന്നെ വഴക്ക് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അച്ഛനെ ഇങ്ങനെ അടിക്കാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊച്ചച്ഛൻ എൻ്റെ കൈ നോക്ക്. അപ്പോൾ കൈ ചുമന്നിടപ്പുണ്ട്. കൊച്ചൻ പറഞ്ഞു നിൻ്റെ കയ്യിലൊന്നും ചുമന്നിടക്കണില്ല, അതെന്തോന്ന് ഇരിക്കുന്നു, നീ കയറിപ്പോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ അടുത്ത് കയറിപ്പോ പറഞ്ഞു. ഞാൻ നേരെ റൂമിൽ കയറിപ്പോയി. അവിടെ പോയി ഇരുന്നു.
ഇരുന്നിട്ട് പിന്നെ നോക്കിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയും കൊച്ചിനും കൂടെ മേളിലോട്ട് കയറി വന്നു. ഞാനും വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ അമ്മൂമ്മ വെളിയിൽ കിടന്ന് വിളിക്കുന്നുണ്ട്, മക്കളെ ഓടിയോടെ അച്ഛൻ ആ കാർ എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ വീട്ടിൻ്റെ ഡോറ് പൂട്ടിയിട്ട് മേളിലോട്ട് കയറിപ്പോയി. അപ്പോൾ ഇതേ സമയം കാറിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഉള്ള വെപ്രാളത്തിൽ വീടിൻ്റെ ഡോറിൻ്റെ താക്കോൽ ഞാൻ കയ്യിലും വെച്ചിട്ട് കാറിൻ്റെ താക്കോൽ മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ കയറിപ്പോയി. അപ്പോൾ ഇങ്ങനെ കിടന്ന് അമ്മമ്മ കിടന്ന് വിളിക്കുന്ന കേട്ടിട്ട് ഞാൻ നേരെ ഓടി വന്ന് വീട്ടിൻ്റെ ഡോറ് താക്കോലിട്ട് തുറന്ന് വെളിയിലിറങ്ങി ഓടി ചെന്നപ്പോൾ കാറ് ഏകദേശം നമ്മൾ ആ വെളിയിൽ ഒരു ഇതുണ്ട്, സ്ലാബുണ്ട്, ആ സ്ലാബിൻ്റെ മണ്ടേ കയറിയിട്ടുണ്ട്. ഞാൻ ഓടിച്ചെന്ന് നേരെ വണ്ടിയുടെ ഡോറ് വലിച്ചു തുറന്നിട്ട് വണ്ടി ഓഫ് ചെയ്ത് അച്ഛൻ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ വീണ്ടും ഓഫ് ചെയ്തു. അപ്പോൾ എനിക്ക് കീ കാണാം അപ്പുറത്തെ ഓപ്പോസിറ്റ് സീറ്റിൽ. ഞാൻ കൈയിട്ട് ഈ താക്കോൽ എടുക്കാൻ പോയത് എൻ്റെ കയ്യിൽ മാരകമായി മാരകമായിട്ട് കടിച്ചു. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നല്ല മാരകമായിട്ട് കടിച്ചിട്ടുണ്ട്. ഞാൻ നല്ലപോലെ കിടന്ന് വിളിച്ചിട്ട് ഞാൻ ഷോൾഡർ തള്ളി പിടിച്ചുകൊണ്ട് കൈ വലിക്കുകയാണ്. അപ്പോൾ ഈ കടി വിടുന്നില്ല. ഞാൻ ബാക്കിലോട്ട് വലിഞ്ഞിട്ട് 2 ചവിട്ട് കൊടുക്കേണ്ടി വന്നു എനിക്ക്. കാരണം കയ്യിൽ അത്ര എനിക്ക് നല്ല കൈ വേദനിച്ച് കൈ നല്ല മുറിയുകയും ചെയ്തു. അപ്പോൾ ചവിട്ട് കൊടുത്തപ്പോൾ കൈ വിട്ടപ്പോൾ എൻ്റെ കൊച്ചച്ഛൻ ഓടി വന്നിട്ട് അച്ഛനെ പിടിച്ച് അച്ഛനെ അകത്തോട്ട് കൊണ്ടുപോയി. ഇതേ സമയം അമ്മൂമ്മ അവിടെ നിൽപ്പുണ്ട്. അയൽവാസിയായിട്ടുള്ള പ്രസാദം എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടനുണ്ട്, ആ ചേട്ടൻ അവിടെ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് ഈ വണ്ടി ഞാനെടുത്ത് ബാക്കിലോട്ട് ഇടുമ്പോൾ ഈ പ്രസാദേട്ടനാണ് എനിക്ക് സൈഡ് പറഞ്ഞു തരുന്നത്. ഈ വണ്ടി എടുത്ത് ബാക്കിലോട്ട് ഇട്ടതിന് ശേഷം ഞാൻ നേരെ വീട്ടിലോട്ട് വന്നു കയറുമ്പോൾ വെളിയിൽ അച്ഛൻ ഇരിപ്പുണ്ട്, കൊച്ചച്ഛനുണ്ട്, അമ്മൂമ്മയൊക്കെ ആ കാറിൻ്റെ അവിടെ ആയിട്ടൊക്കെ ഉണ്ട്. അകത്തേറെ നേരെ അമ്മ ഞാൻ ഈ കൈ കടിച്ചത് കാണിച്ചു. അമ്മ നേരെ വെള്ളത്തിൽ എന്നാൽ ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് എൻ്റെ കൈ മുക്കി കൈ കഴുകിത്തരാ ചെയ്തത്. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ് മക്കളെ നീ കയറി പോകാൻ പറഞ്ഞു. ഞാൻ മേളെ കയറിപ്പോയി മേളിൽ നിൽക്കുക ചെയ്തത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇനി സഹിക്കാൻ വയ്യ അമ്മ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് ഞാൻ അമ്മയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒട്ടും പറ്റാതെയായി. കാരണം ഇതിന് മുന്നേ ഇത് ആദ്യത്തെ സംഭവമല്ല, ഇതിന് മുന്നേ ഒരുപാട് സംഭവം ഉണ്ടായതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവാമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് അച്ഛൻ ഫേസ്ബുക്കിൽ കുറിപ്പിടുന്നതും അമ്മ വരുന്നതും ഫോൺ വാങ്ങുന്നതും. അതിനുശേഷം കുറിപ്പ് ഡിലീറ്റ് ആകും. അതെ, എൻ്റെ അച്ഛൻ മദ്യപിച്ചില്ലെങ്കിൽ നല്ല മനുഷ്യനാണ്. എൻ്റെ അച്ഛൻ എൻ്റെ ഒരു സുഹൃത്തിനെ പോലെയാണ്. എന്ത് കാര്യത്തിനും എനിക്ക് സപ്പോർട്ടാണ്. എൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് ആണെങ്കിലും അച്ഛൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് ആണെങ്കിലും നമുക്ക് തമ്മിൽ അറിയാം. അത്രയ്ക്ക് കൂട്ടാണ്. അത് അമ്മയ്ക്ക് അറിയില്ല. അപ്പോൾ അമ്മ ഈ ഫോൺ കൊണ്ടുവരുമ്പോൾ ആദ്യത്തെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്ന ഞാനത് വായിച്ചു നോക്കാൻ പോലും നിന്നില്ല. ഇതേ സമയം എൻ്റെ സുഹൃത്ത് എനിക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്ക് എൻ്റെ വാട്സപ്പിൽ അയച്ചു തരുന്നുണ്ട്. ഞാനും അവനുമായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഇതേപോലെ പലവട്ടം അച്ഛൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് എല്ലാം ഇവൻ എടുത്തെനിക്ക് അയച്ചു തരുന്നുണ്ട്. ഞാൻ മുന്നേയും ഫേസ്ബുക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അച്ഛൻ ഇതേപോലെ പോസ്റ്റ് ഇടുന്ന കണ്ട് മടുത്തിട്ടാണ് ഞാൻ ഫേസ്ബുക്ക് ഉപേക്ഷിച്ച് പോയത്. അച്ഛന് എന്താണ് ഫേസ്ബുക്കിൽ ഇടാറ്? ഇതേപോലുള്ള ഇതൊക്കെ തന്നെ. ഇതേപോലെ ആരെങ്കിലും അധിക്ഷേപിക്കുക, ഇങ്ങനെ മോശമായിട്ടുള്ള പോസ്റ്റുകൾ ഇടുക, ഇതൊക്കെ തന്നെയാണ്. അത് ചേട്ടന് നോക്കിയാൽ ചേട്ടന് കിട്ടാന്നുള്ളതേ ഉള്ളൂ. പോസ്റ്റ് അന്ന് രാത്രി ഇവിടെ പിന്നീട് എന്താണ് സംഭവിച്ചത്? അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് എന്തൊരു പോസ്റ്റ് ഇട്ടു. അത് ഞാൻ വന്നെടുത്ത് ഡിലീറ്റ് ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. രണ്ടാമത്തെ പോസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ 1 മണിയൊക്കെ അടുപ്പിച്ചായപ്പോൾ ഞാൻ കയറി കിടക്കുക ചെയ്തത്. കിടന്നതിന് ശേഷം രാവിലെ ആയപ്പോൾ അമ്മയുടെ വിളി കേട്ടിട്ടാണ് ഞാൻ ചാടിക്കൂട്ടി എണീച്ച് താഴെ വരുമ്പോൾ ഇവിടെ ഈ സോഫയിൽ ഗുളികളെല്ലാം പടർന്നിടപ്പുണ്ട്. ഞാൻ അകത്തോട്ട് കയറുമ്പോൾ എൻ്റെ അച്ഛൻ്റെ 2 കൈയുടെ വിരലും കറുത്തിടപ്പുണ്ട്. നാക്ക് കടിച്ചു പിടിച്ചിട്ടുണ്ട്. ഞാൻ നേരെ വന്ന ഉടനെ തന്നെ നെഞ്ചിൽ ചെവി വെച്ചാണ് നോക്കിയത്. അതായത് രാത്രി കിടന്ന സ്ഥലത്തല്ലായിരുന്നു പിന്നെ മരിച്ചു കിടക്കുമ്പോൾ കണ്ട? അല്ല, അച്ഛൻ സ്ഥിരമായിട്ട് ഇതിലാണ് കിടക്കാറ്. അപ്പോൾ അച്ഛൻ കിടന്നത് ഞാൻ കണ്ടില്ല. ആ സമയത്ത് ഞാൻ മുകളിലാണ്. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് അച്ഛൻ കിടക്കുന്ന ഓഫീസ് റൂമിലാണ്. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ അച്ഛൻ ഗുളിക കഴിച്ച ആ ടൈമിൽ, ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഗുളികയൊന്നും കിടപ്പില്ല. തിരിച്ച് ഫോൺ വയ്ക്കാനായിട്ട് വന്ന ടൈമിന് ഇവിടെ ഗുളികയൊന്നും കിടപ്പില്ല. അപ്പോൾ തിരിച്ച് പിറ്റേ ദിവസം വന്ന് നോക്കുമ്പം ഇതിൽ ഗുളിക മൊത്തം പടർന്നിടപ്പുണ്ട്. അച്ഛൻ അവിടെ കിടക്കുന്നുണ്ട്, കൈ കറുത്തിട്ടുണ്ട്, നാക്ക് വൈലറ്റ് കളറായിരുന്നു. ഞാൻ നെഞ്ചിൽ ചെവി വെച്ച് നോക്കിയപ്പോൾ ചെറിയ ബീറ്റുള്ള പോലെ എനിക്ക് തോന്നി. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നാക്ക് അകത്തോട്ടാക്കിയിട്ട് CPR കൊടുത്ത് നോക്കി. CPRന് റെസ്പോൺസ് ഇല്ല. BP മെഷീൻ ഇട്ട് BP ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ അതിനും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞാൻ നേരെ വെളിയിറങ്ങി. അപ്പോൾ അമ്മ ഇവിടെ ഇരിക്കുക, ഈ സോഫ ഇരിക്കുക. ഞാൻ അമ്മയുടെ ഫോൺ പെട്ടെന്ന് വെച്ച് 108 വിളിച്ച്.
ആംബുലൻസ് കിട്ടിയില്ല. എൻ്റെ ഫോൺ എടുത്ത് ഞാൻ വട്ടപ്പാറ സ്റ്റേഷനിൽ നമ്പർ എടുത്തിട്ട് സ്റ്റേഷനിൽ പറയുകയാണ് അച്ഛൻ ഇങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുകയാണ് എന്നുള്ള കാര്യം അവരെ അറിയിക്കുകയാണ്. അപ്പോൾ അവരാണ് ആംബുലൻസിൻ്റെ നമ്പർ എന്നിട്ട് ഞാൻ ആംബുലൻസിനെ വിളിക്കുന്നത്. ഞാനാണ് ആംബുലൻസിനെ ഇവിടെ വിളിക്കുന്നത്. അതേസമയം ഇവിടെ അച്ഛൻ്റെ കുഞ്ഞമ്മയുടെ മോൻ, അച്ഛൻ്റെ കുഞ്ഞമ്മ, വീട്ടിൽ നിന്ന് എൻ്റെ അമ്മൂമ്മ, പിന്നെ BJPയുടെ മെമ്പർ ബീനു, പിന്നെ പ്രസാദേട്ടൻ, ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴാണ് BJPയുടെ മെമ്പർ വരുന്നത്. മെമ്പർ വന്ന അതേ സമയം തന്നെ ആംബുലൻസും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ അച്ഛൻ കിടക്കുന്നുണ്ട്, ഈ നാക്കിൽ നീല കളറും ഈ ഗുളിക പടർന്നിടതെല്ലാം കൂടെ കഴിച്ചപ്പോൾ എനിക്ക് തോന്നി ഗുളിക ഓവർഡോസ് വല്ലതും ആയതാണോ എന്ന് എനിക്ക് സംശയം തോന്നി. അതാണ് ഞാൻ അച്ഛൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഒരു കെട്ട് ഉണ്ടായിരുന്നു, ഞാൻ അതും കൂടെ എടുത്തിട്ടാണ് ആംബുലൻസിൽ കയറുന്നത്. ഇവിടെ നിന്ന് നേരെ ആദ്യം കൊണ്ടുപോകുന്ന മണ്ണന്തലുള്ള മജദൂജുള്ള പൾസ് ഹോസ്പിറ്റലിലാണ്. അവിടെ കൊണ്ടുപോയി അവിടെ വെച്ച് മറ്റേ പൾസ് ഓക്സിമീറ്റർ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞ് ഇല്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല, അകത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് അകത്ത് കൊണ്ടുപോകണ്ട, നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അപ്പോൾ തന്നെ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു അമ്മയെ പറഞ്ഞ് വീട്ടിൽ വിട്ടു, ആൾ പോയി എന്ന് പറഞ്ഞു. ഇതാണ് അന്നിവിടെ സംഭവിച്ചത്. ഈ അച്ഛൻ്റെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണം എന്നാണ് പറയുന്നത്. അത് അറിഞ്ഞിരുന്നു? അത് ആ സമയത്ത് അറിഞ്ഞില്ല. പിന്നീട് ഞാൻ വ്യാഴാഴ്ച ദിവസമാണ് ഞാനിത് അറിയുന്നത്. അതേസമയം ഞാൻ വീട്ടിൽ വരുമ്പോൾ ഇവിടെ പുറത്ത് ഈ മാധ്യമ ചാനലിൻ്റെ ആൾക്കാരും ഒക്കെ ആയിട്ടാണ് കാണുന്നത്. ആ സമയത്താണ് പിന്നെ അറിയുന്നത് ഇതേപോലെയാണ് തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് അറിയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നത് എന്ന് അറിയാമോ? അറിയില്ല. എന്തായാലും അജിത്തിൻ്റെ മരണശേഷം വട്ടപ്പാറ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അജിത്തിൻ്റെ മാതാപിതാക്കൾ മന്ത്രി GR അനിലിനെ സമീപിക്കുന്നു. ഇതിനെ തുടർന്ന് GR അനിൽ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൈമാറുന്നു. ഇക്കഴിഞ്ഞ ദിവസം ഇതിനെ തുടർന്ന് അജിത്തിൻ്റെ കുടുംബ വീട്ടിലെത്തിയ മന്ത്രി GR അനിലും CPM ജില്ലാ സെക്രട്ടറി V ജോയും അജിത്തിൻ്റെ മാതാപിതാക്കളായ മാധവൻ നായരെയും രാധാദേവിയെയും സന്ദർശിക്കുകയും ചെയ്യുന്നു. കേസിൽ ശാസ്ത്രീയമായ അന്വേഷണം വേണം എന്ന കുടുംബത്തിൻ്റെ ആവശ്യം ഗൗരവകരമാണ് എന്ന് മന്ത്രി വ്യക്തമാക്കുകയായിരുന്നു. എന്തായാലും ഒക്ടോബർ 19 പുലർച്ചെയാണ് അജിത്തിൻ്റെ വീടിനുള്ളിലെ ഈ മുറിയിൽ അജിത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് അജിത്ത് ജീവനൊടുക്കി എന്നായിരുന്നു മകൻ വിനായക് ശങ്കർ ആദ്യം നൽകിയിരുന്ന മൊഴി. എന്നാൽ പിന്നീട് 60 ദിവസം കഴിഞ്ഞ് പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കേസിൽ നിർണായകമാവുകയും ചെയ്തു. തലക്കേറ്റ കഠിനമായ പരിക്കാണ് മരണകാരണം എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാവുകയും ചെയ്യുന്നു. 4 തവണ തലയ്ക്ക് പിന്നിലേറ്റ ആഴത്തിലുള്ള അടിയിൽ ചതവ് ഉണ്ടായതായും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 31 പരിക്കുകൾ ഉള്ളതായും റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട്. എന്തായാലും ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിലവിൽ ഈ ഒരു കുടുംബത്തിന് ലഭിച്ചിട്ടില്ല എന്നാണ് നമ്മളോട് വ്യക്തമാക്കുന്നത്. ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ 31 പരിക്കുകൾ എവിടെ നിന്ന് ഉണ്ടായി എന്നതുൾപ്പെടെയുള്ള വ്യക്തമായ കാര്യങ്ങൾ തങ്ങൾക്കും അറിയേണ്ടതുണ്ട് എന്നും ഈ തലയ്ക്ക് ക്ഷതമേറ്റതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ക്ഷതവും എങ്ങനെ സംഭവിച്ചു എന്നും തങ്ങൾക്ക് അറിയണമെന്നും അജിത്തിൻ്റെ ഭാര്യയും മകനും നമ്മളോട് വ്യക്തമാക്കുകയാണ്. അതേസമയം തന്നെ രാഷ്ട്രീയ പ്രേരിതമായി ഈ ഒരു കേസിനെ കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നതായും അജിത്തിൻ്റെ ഭാര്യയായ ബീന നമ്മളോട് പറയുന്നുണ്ട്. എന്തായാലും മരണത്തിലെ ദുരൂഹതകളെല്ലാം നീങ്ങി സത്യം പുറത്തു വരണം എന്ന് തന്നെയാണ് ബീനയും മകനും ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ അഖിൽ അശോകനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.